എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 ലെക്ചർ 5 കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 2 ലെ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം. ഇത് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡുകളെക്കുറിച്ചുള്ള 5-ാം നമ്പർ പ്രഭാഷണമാണ്. കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡുകൾ എന്താണെന്ന് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും. രണ്ടാമത്തേത് വെക്റ്റർ കാൽക്കുലസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്നതും നമ്മൾ ചർച്ച ചെയ്യും. അതിനാൽ ചില വെക്റ്റർ ഫീൽഡുകളുണ്ട്. അവയെ ഡൊമൈനിലെ ഒരു പാത്തിലൂടെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രലുകൾ പാത്തിൽ നിന്ന് സ്വതന്ത്രമാണ്, അഥവാ പാത്തിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആണ്. അതിനാൽ ഈ പാത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇൻഡിപെൻഡൻസിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യും. കൺസർവേറ്റീവ് ഫീൽഡുകൾ, ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്നിവ തമ്മിലുള്ള റിലേഷനും ഈ ലെക്ചറിൽ നമ്മൾ വിശകലനം ചെയ്യും. അപ്പോൾ എന്താണ് കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്? ഒരു വെക്റ്റർ ഫംഗ്ഷൻ ഒരു സ്കാലാർ ഫീൽഡ് f ന്റെ ഗ്രേഡിയന്റ് ആയി എഴുതാൻ കഴിയുമെങ്കിൽ അത്തരം വെക്റ്റർ ഫീൽഡിനെ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെന്ന് നമ്മൾ പറയുന്നു. ഇതിനർത്ഥം നമുക്ക് നൽകിയ വെക്റ്റർ ഫീൽഡ് വെക്റ്റർ v യെ del f, that means gradient of f എന്ന് എഴുതാൻ കഴിയുമെങ്കിൽ വെക്റ്റർ v കൺസർവേറ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നു. ഈ ഡെൽറ്റ എഫിന്റെ മീനിങ് മുൻ ലെക്ചറുകളിൽ നിന്ന് നമുക്ക് ഓർമ്മിക്കാം. അത് ∂f∂x × i ∂f∂y × j ∂f∂z k എന്നാണ്. അതിനാൽ വെക്റ്റർ v ∂f∂x × i ∂f∂y × j ∂f∂z k പോലുള്ള ഒരു ഫംഗ്ഷന്റെ ഈ രൂപത്തിൽ എഴുതാൻ കഴിയുമെങ്കിൽ ഈ വെക്റ്റർ v യെ നമുക്ക് കൺസർവേറ്റീവ് ആണെന്ന് പറയാം. അതിനാൽ ഒരു വെക്റ്റർ ഫീൽഡ് v ക്ക് അത്തരമൊരു സ്കാലാർ ഫംഗ്ഷൻ f കണ്ടെത്താനാകുമെങ്കിൽ വെക്റ്റർ v എന്നത് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് എന്ന് നമ്മൾ വിളിക്കുന്നു. അതിനാൽ ഈ f എന്ന ഫംഗ്ഷനെ വിളിക്കുന്നതാണ് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, അഥവാ വെക്റ്റർ ഫീൽഡ് v യുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അത്തരം സ്കാലാർ ഫംഗ്ഷൻ f കളെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് നമുക്കിവിടെ നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് f 2x y, x, 2z കൺസർവേറ്റീവ് ആണെന്ന് കാണിക്കണമെങ്കിൽ, ഈ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് തെളിയിക്കാൻ ഇപ്പോൾ നമ്മൾ f കണ്ടെത്തേണ്ടതുണ്ട്. ഈ തന്നിരിക്കുന്ന വെക്റ്റർ f നെ f ന്റെ ഗ്രേഡിയന്റ് ആയി നമുക്ക് എഴുതാം. അതിനാൽ f ന്റെ ഗ്രേഡിയന്റ് നമ്മൾ ഇപ്പോൾ കണ്ടു. അത് ∂f∂xi ∂f∂yj ∂f∂z k എന്നാണ്. x നെ സംബന്ധിച്ചുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ∂f∂x 2x y. ഇതിവിടെ ആദ്യത്തെ സമവാക്യമാണ്. നമുക്ക് തന്നിരിക്കുന്ന f ഈ ∇f ന്റെ ഡെഫിനിഷനുമായി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും 3 ഇക്വേഷൻസ് ലഭിക്കുന്നു. അതിൽ ആദ്യത്തേത് ∂f∂x 2x y, രണ്ടാമത്തേത് ∂f∂y x, മൂന്നാമത്തേത് ∂f∂z 2z ഇങ്ങനെ ലഭിക്കുന്നു. അതിനാൽ ഇപ്പോൾ ഈ 3 സമവാക്യങ്ങളുടെ സഹായത്തോടെ f gradient of f എന്നായിട്ടുള്ള ഒരു f കണ്ടെത്താനായാൽ ഈ വെക്റ്റർ f ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെന്ന് നമ്മൾ വിളിക്കും. അതിനാൽ ഈ 3 സമവാക്യങ്ങൾ ഉള്ളതിനാൽ നമ്മൾ ആദ്യത്തേതിൽ നിന്ന് ആരംഭിക്കും. ആദ്യത്തെ സമവാക്യം ∂f∂x 2x y എന്നാണ്. അതിനാൽ ഇത് with respect to x പാർഷ്യൽ ഇന്റഗ്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് f റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2x എന്നുണ്ട്. അതിനാൽ അതിന്റെ ഇന്റഗ്രൽ 2x22 x2 എന്നായിരിക്കും. കൂടാതെ y ഉണ്ട്, അതിന്റെ ഇന്റഗ്രൽ xy എന്നുമായിരിക്കും. അതുകൂടാതെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ പദവും ഉണ്ടായിരിക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ f എന്നത് 3 ഘടകങ്ങളെ, അതായത് x, y, z എന്നീ 3 വേരിയബിളുകളെ ആശ്രയിച്ചിരിക്കുന്നു. f is a function of x, y and z. അതിനാൽ ഇവിടെ with respect to x നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നത് നമുക്ക് a function of y, z, അതായത് x നെ ആശ്രയിക്കാത്ത ഇൻഡിപെൻഡന്റ് ഓഫ് x ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്നത്. അത് നമുക്ക് h(yz) എന്ന് എഴുതാം. f എന്നതിന് ലഭിച്ച ഈ എക്സ്പ്രഷനുമായി, അതായത് f x2 xy h(y, z)
ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ സമവാക്യം ഉപയോഗിക്കാനാകും. അതായത് ഇവിടെ നിന്ന് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു y f ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ലഭിക്കും. ഇവിടെ ∂f∂y x+∂h∂y എന്നായിരിക്കും. വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ x2 ന്റെ ഡെറിവേറ്റീവ് 0 ആവുന്നു. x derivative of y is 1, that is x, plus derivative of h is a function of yz, that means derivative of h with respect to y എന്ന് പറയുമ്പോൾ അത് ∂h∂y എന്നാകുന്നു. അങ്ങനെ ∂f∂y x+∂h∂y എന്ന് ലഭിക്കുന്നു. ഓൾറെഡി നമുക്ക് ∂f∂y എന്ന രണ്ടാമത്തെ സമവാക്യമുണ്ട്. അതിനാൽ നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അത് രണ്ടും തുല്യമായിരിക്കണം. അതായത് x+∂h∂y എന്നായിരിക്കണം. കാരണം ∂f∂y is x എന്ന് നേരത്തെ നമുക്ക് രണ്ടാമത്തെ സമവാക്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും x+∂h∂y എന്ന് എഴുതാം. അതിനാൽ ഈ റിലേഷൻ ഉള്ളതിനാൽ ഈ x ക്യാൻസൽ ചെയ്യപ്പെടും. തുടർന്ന് നമുക്ക് ∂h∂y 0 എന്ന് ലഭിക്കുന്നു. അതിനാൽ ഈ റിലേഷൻ പറയുന്നത് h y ൽ നിന്ന് സ്വതന്ത്രമാണ്. h is independent of y കാരണം h ന്റെ വിത്ത് റെസ്പെക്ട് ടു y പാർഷ്യൽ ഡെറിവേറ്റീവ് 0 ആയതിനാൽ അതിനർത്ഥം h y യെ ആശ്രയിക്കുന്നില്ല എന്നതാണ്. എങ്കിലും ഇവിടെ h എന്നത് y, z എന്നിവയുടെ ഫംഗ്ഷൻ ആയിരിക്കുമെന്ന് നമ്മൾ അനുമാനിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ബന്ധം h എന്നത് y യുടെ ഫംഗ്ഷൻ അല്ല, z ന്റെ മാത്രം ഫംഗ്ഷൻ ആണെന്ന് ഉറപ്പുവരുത്തുന്നു. അതായത് f(yz) h(z). അതിനാൽ f നായുള്ള ഈ എക്സ്പ്രഷൻ f(x2xyh(z) എന്ന് ആയിത്തീരുന്നു. അതിനാൽ ഇപ്പോൾ മുതൽ നമ്മൾ മൂന്നാമത്തെ സമവാക്യം ഉപയോഗിക്കും. അതായത് ഇവിടെ നിന്ന് നമുക്ക് 2z0dhdz എന്ന് ലഭിക്കും. അതിനാൽ ഈ അവസാന സമവാക്യം ഉപയോഗിച്ച് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു z ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 2z ന് തുല്യമാണ് എന്ന് ലഭിക്കും പാർഷ്യൽ ഡെറിവേറ്റീവ്. ആദ്യ രണ്ട് പദങ്ങളിൽ ഇവിടെ ഒരു z പദവുമില്ല, അതിനാൽ അവ 0 ആയിരിക്കും. മൂന്നാമത്തേതിൽ നിന്ന് നമുക്ക് dh ലഭിക്കും. അതിൽ നിന്ന് നമുക്ക് hz2c എന്ന ഈ ബന്ധം ലഭിക്കുന്നു. അതിനാൽ hz2c നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് fx2xyz2c എന്ന് ലഭിക്കുന്നു. ഇതാണ് സ്കാലർ പൊട്ടൻഷ്യൽ f. അതിന്റെ ഗ്രേഡിയന്റ് തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് ആണ്. അതായത് നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണ്. അതിനാൽ ഇപ്പോൾ നമ്മൾ ഒരു ടെസ്റ്റിലേക്ക് പോകും. ആ ടെസ്റ്റിന്റെ സഹായത്തോടെ നമ്മൾക്ക് നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ കഴിയും. അതിന് നമ്മൾക്ക് കുറച്ച് തയ്യാറെടുപ്പ് ആവശ്യമാണ്. അവ നോക്കാം. ഇത് സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്ൻ ആണ്. സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്ൻ നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു ഡൊമെയ്ൻ D കണക്ട് ചെയ്തിരിക്കുന്നത് സിംഗിൾ കണക്ട് ചെയ്ത പീസ് ആണെങ്കിൽ, അതായത് രണ്ട് വ്യത്യസ്ത പീസുകളല്ല, കർവിന്റെ ഒരു പീസ് മാത്രമേ ഉണ്ടാകൂ. കൂടാതെ ഈ D യിലെ എല്ലാ സിമ്പിൾ ക്ലോസ്ഡ് കർവ് C യും തുടർച്ചയായി അതിന്റെ രൂപഭേദത്തിലുടനീളം D യിലെ തന്നെ ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങാൻ കഴിയും. അതിനാൽ രൂപഭേദത്തിലുടനീളം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കും. സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്നിന്റെ നിർവചനം ഇതാണ്. ഇവിടെ ഈ ഡൊമെയ്നിൽ നോക്കുക. മുഴുവൻ ഡൊമെയ്നിലും ഏതെങ്കിലും സിമ്പിൾ ക്ലോസ്ഡ് കർവ് എടുക്കുകയാണെങ്കിൽ ഈ ക്ലോസ്ഡ് കർവ് തുടർച്ചയായി D യിലെ ഒരു പോയിന്റിലേക്ക് ചുരുങ്ങാം. നമ്മൾ D വിടുകയില്ല. D വിടാതെ തന്നെ നമുക്ക് ഈ കർവ് ഇവിടെ ഒരു പോയിന്റിലേക്ക് ചുരുക്കാം. ഡൊമെയ്ൻ D വിടാതെ തന്നെ നമുക്ക് ഈ കർവ് ഡൊമെയ്നിലെ ഒരു പോയിന്റിലേക്ക് ചുരുക്കാൻ കഴിയും എന്നതാണ്. ഉദാഹരണത്തിന് ഈ കേസിൽ സിംപ്ലി കണക്റ്റഡ് അല്ലാത്ത ഈ ഡൊമെയ്ൻ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ സ്ഥലത്ത് ഒരു കർവ് എടുക്കുകയാണെങ്കിൽ അത് ഒരു പോയിന്റിലേക്ക് ചുരുക്കാൻ കഴിയും. ഒരു പ്രശ്നവുമില്ല. ഒരു പോയിന്റിലേക്ക് ചുരുക്കാവുന്ന അതേ പ്രോപ്പർട്ടി ഉള്ള ഒരു കർവ് നമുക്കിവിടെ എടുക്കാം. പക്ഷേ ഉദാഹരണത്തിന് നമ്മളുടെ ഡൊമെയ്ൻ D യിലും ഉള്ള ഈ ക്ലോസ്ഡ് കർവ് എടുക്കുകയാണെങ്കിൽ, എന്നാൽ ഡൊമെയ്ൻ വിടാതെ നമുക്ക് ഇത് ഒരു പോയിന്റിലേക്ക് ചുരുക്കാൻ കഴിയില്ല. അതാണ് ഇവിടെ പ്രശ്നം. അതിനാൽ എല്ലാ ക്ലോസ്ഡ് കർവുകൾക്കും ഡൊമെയ്ൻ D യിൽ തുടരുമ്പോൾ ഒരു പോയിന്റിലേക്ക് തുടർച്ചയായി ചുരുങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ ഇത് കേവലം കണക്ട് ചെയ്ത ഡൊമെയ്ൻ അല്ല, സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്ൻ അല്ല. ഈ പ്രോപ്പർട്ടി ഉള്ളതിനാൽ ഇത് സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്ൻ ആണ്. ഈ പദങ്ങൾ അടുത്ത സ്ലൈഡുകളിൽ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ഒരു കൺസർവേറ്റീവ് ഫീൽഡിന്റെ
ടെസ്റ്റിലേക്ക് വരുന്നു. ഒരു കൺസർവേറ്റീവ് ഫീൽഡിനെ ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷന്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു. കൺസർവേറ്റീവ് ഫീൽഡ് ആ സ്കാലാറിന്റെ ഗ്രേഡിയന്റിന് തുല്യമാണ്. അതിനെ സ്കാലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഒരു നിശ്ചിത ഫംഗ്ഷൻ, ഉദാഹരണമായി ഈ വെക്റ്റർ f1iF2jF3k എന്ന് നൽകിയിട്ടുണ്ടെങ്കിൽ അത് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ കാണും. മുമ്പത്തെ ഉദാഹരണത്തിൽ ചെയ്തതുപോലെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടെത്താതെ തന്നെ നൽകിയ വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് എങ്ങനെ പരിശോധിക്കാം? നമുക്ക് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഇത് കൺസർവേറ്റീവ് ഫീൽഡ് ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. എന്നാൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടെത്താതെ തന്നെ നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെന്ന് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? അതിനാൽ D യുടെ എല്ലാ പോയിന്റുകളിലും ∇ F 0 വെക്റ്റർ ആണെങ്കിൽ വെക്റ്റർ F എന്നത് കൺസർവേറ്റീവ് ആണ്. തിരിച്ച് വെക്റ്റർ F കൺസർവേറ്റീവ് ആണെങ്കിൽ എല്ലാ പോയിന്റിലും ∇ F 0 ആയിരിക്കുകയും ചെയ്യും. ∇ എന്നത് വെക്റ്റർ F ന്റെ കേൾ ആണ്. അതിനാൽ കേൾ F 0 ആണ്, 0 ആണ് എങ്കിൽ തുടർന്ന് വെക്റ്റർ ഫീൽഡ് F കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണ്. വെക്റ്റർ ഫീൽഡ് F കൺസർവേറ്റീവ് ആണെങ്കിൽ ഡൊമെയ്ൻ D യുടെ എല്ലാ പോയിന്റുകളിലും കേൾ F 0 ആയിരിക്കണം. അതിനാൽ വെക്റ്റർ ഫീൽഡ് F കൺസർവേറ്റീവ് ആണെങ്കിൽ കേൾ വെക്റ്റർ F 0 ആയിരിക്കണം. ഇത് തുല്യമായ അവസ്ഥയാണ്. കേൾ F 0 ക്ക് തുല്യമാണ് എന്നതിനർത്ഥം പാർഷ്യൽ ഡെറിവേറ്റീവ് ∂f3∂y ∂f2∂z ∂f1∂z ഇങ്ങനെ അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമുക്ക് കാണാൻ കഴിയും. പാർഷ്യൽ ഡെറിവേറ്റീവുകൾ തമ്മിൽ ഈ രണ്ട് റിലേഷൻ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ∂f3∂x ∂f1∂y എന്ന മറ്റൊരു കണ്ടീഷനും ഉണ്ടാകും. അതിനാൽ ഈ കണ്ടീഷനുകൾ തുല്യമാണ്. കേൾ F കാരണം ഈ ഡിറ്റർമിനന്റിന്റെ സഹായത്തോടെ നമുക്ക് കണ്ടെത്താനാകുമെന്ന് നമുക്കറിയാം. കേൾ F ന്റെ ഡെഫിനിഷൻ ഡിറ്റർമിനന്റ് ആണ്. ആ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിൽ നിന്നും 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ മൂന്ന് റിലേഷനുകൾ കണ്ടെത്താനാകും. അതിനാൽ നമുക്ക് ∂f∂xi∂f∂yj∂f∂zk എന്നുണ്ട്. തുടർന്ന് നമുക്ക് വെക്റ്റർ F1iF2jF3k ഉണ്ട്. അതിനാൽ ഇവിടെ കേൾ F 0 ക്ക് തുല്യമാണ് എന്നതിനർത്ഥം നമ്മൾ ഇത് വിപുലീകരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആദ്യം i കമ്പോണന്റ് ∂f3∂y ∂f2∂z ഉണ്ട്. ഇതുപോലെ നമുക്ക് j കമ്പോണന്റും പിന്നെ k കമ്പോണന്റും ഉണ്ടാകും. ഇവയെല്ലാം 0 ക്ക് തുല്യമാണ് എങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് ഇൻഡിവിജ്വൽ ടേമുകൾ 0 ആയിരിക്കുമ്പോൾ ഇത് സാധ്യമാണ് എന്നതാണ്. അതിനാൽ ഇത് ∂f3∂y ∂f2∂z എന്നാണ്. ഇത് കൃത്യമായി ആദ്യത്തെ കണ്ടീഷനാണ്. അതുപോലെ രണ്ടാമത്തേതിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനും മൂന്നാമത്തെ കമ്പോണന്റിൽ നിന്ന് നമുക്ക് മൂന്നാമത്തെ കണ്ടീഷനും ലഭിക്കും. അതിനാൽ കേൾ F 0 ക്ക് തുല്യമാണ് എന്നത് 3 പാർഷ്യൽ ഡെറിവേറ്റീവുകൾ 0 ക്ക് തുല്യമായിരിക്കുമ്പോൾ ഉള്ള ഈ 3 സമവാക്യങ്ങൾ തൃപ്തമാണ് എന്നതും തുല്യ കണ്ടീഷനുകളാണ്. നമ്മൾ ഒരു ഹ്രസ്വ തെളിവ് പ്രൂഫ് നോക്കും. എന്നാൽ ഈ രീതിയിൽ മാത്രമേ തന്നിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണെന്ന് നമ്മൾ അനുമാനിക്കുകയുള്ളൂ. തുടർന്ന് അതിന്റെ കേൾ F 0 ആണെന്ന് നമ്മൾ തെളിയിക്കും. അതിനാൽ നൽകിയിരിക്കുന്ന വെക്റ്റർ ഫീൽഡ് നമുക്ക് F1iF2jF3k കൺസർവേറ്റീവ് ആണെന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് ഇത് f ന്റെ ഗ്രേഡിയന്റ് ആയി എഴുതാം. അപ്പോൾ f ന്റെ ഗ്രേഡിയന്റ് എന്താണ്? നമുക്ക് ഇവിടെയുണ്ട് ഈ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ fx, fy, z എന്നീ 3 ഘടകങ്ങളാണ്. അതിനാൽ ഇതാണെങ്കിൽ നമുക്ക് ഇപ്പോൾ താരതമ്യം ചെയ്യാം. കാരണം ഇവ തുല്യമാണ്. അതായത് ∂f∂xF1 ∂f∂yF2 ∂f∂zF3. അതിനാൽ മൂന്നാമത്തെ സമവാക്യത്തിൽ നിന്ന് നമുക്ക് ∂f3∂y ഉണ്ട്. എന്നാൽ നമ്മൾക്ക് മൂന്നാമത്തെ കമ്പോണന്റിന് തുല്യമായ അർത്ഥം F3∂f∂z ആണ്. മറ്റുള്ളവയെല്ലാം തുല്യമാണ്. അതിനാൽ നമുക്ക് ഇതിൽ നിന്ന് ആരംഭിക്കാം. y യുമായി ബന്ധപ്പെട്ട് y നമ്മൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ F3∂y ∂y∂f∂z അതായത് 2f∂y∂z എന്ന് ലഭിക്കും.
അത് ഇതിനകം അവിടെ ഉണ്ടായിരുന്നു. അതിനാൽ ഇതിൽ നിന്ന് നമുക്കിവിടെ ഓർഡർ മാറ്റാൻ കഴിയും. ഈ ഭാഗിക പാർഷ്യൽ ഡെറിവേറ്റീവുകൾ കണ്ടിന്യൂസ് ആണെന്ന് അനുമാനിച്ചാൽ ഇത് സാധ്യമാണ്. ഇതുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നെ എന്ന് എഴുതാം. ∂y∂z എന്ന ഡിനോമിനേറ്ററിനെ ∂z∂y എന്ന് എഴുതിയാലും രണ്ടും തുല്യമാണ്, കാരണം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. രണ്ടാമത്തെ കമ്പോണന്റിന്റെ തുല്യത ∂f∂yF2 എന്നാണ്. അതിനാൽ ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയ ∂f2∂z. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ∂f3∂y=∂f2∂z എന്നാണ്. അതിനാൽ ഈ മൂന്നാമത്തെ കമ്പോണന്റ് നോക്കിയും രണ്ടാമത്തെ ഇക്വാലിറ്റി ഉപയോഗിച്ചും നമ്മൾക്ക് ഈ കണ്ടീഷനുകളിൽ ഒന്ന് ലഭിച്ചു. അതുപോലെ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള കമ്പോണന്റുകൾക്കും ഈ പാർഷ്യൽ ഡെറിവേറ്റീവുകൾ തുല്യമാണോ എന്ന് പരിശോധിക്കാനാകും. ഇവിടെ നൽകിയ വെക്റ്റർ F ex cos y yz i xz exsin y j xy z k കൺസർവേറ്റീവ് ആണെന്ന് ഇവിടെ കാണിക്കും. ഉദാഹരണം, ഇത് കൺസർവേറ്റീവ് ആണെന്ന് കാണിക്കാൻ ഇപ്പോൾ നമ്മൾ വികസിപ്പിച്ച ആശയം പ്രയോഗിക്കും. നമ്മൾക്ക് F1 ഫസ്റ്റ് കമ്പോണന്റ് ആണ്. അത് F1 ex cos y yz എന്നുണ്ട്. സെക്കൻഡ് കമ്പോണന്റ് F2 xz exsin y ആണ്. ഇവിടെ തേർഡ് കമ്പോണന്റ് F3 xy z ആണ്. അതിനാൽ ഒരു വഴിയാകാം, നമ്മൾ ചെയ്ത മുമ്പത്തെ ഉദാഹരണത്തിലെന്ന പോലെ നേരിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടെത്താൻ ശ്രമിക്കാം. എന്നാൽ ഇവിടെ ഈ ഫംഗ്ഷൻ കൺസർവേറ്റീവ് ആണെന്ന് കാണിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനാൽ നമ്മൾ കൺസർവേറ്റീവ് ആകുന്നതിനുള്ള പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നേരിട്ട് കണ്ടെത്തേണ്ടതില്ല. ഇവിടെ ഈ കണ്ടീഷനുകളുടെ സഹായത്തോടെ ഇത് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെന്ന് നമുക്ക് തെളിയിക്കാനാകും. അതിനാൽ ഇവ ഉള്ളതിനാൽ നമുക്ക് F3∂y എന്ന ആദ്യ കണ്ടീഷനായി ശ്രമിക്കാം. ഇവിടെ നമുക്ക് F3 ഉണ്ട്. നമ്മൾ ഇത് വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് F3∂y x എന്ന് ലഭിക്കും. ഇപ്പോൾ അത് കണ്ടീഷൻ പ്രകാരം F2∂z ന് തുല്യമായിരിക്കണം. അതിനാൽ നമുക്ക് ഇവിടെ നിന്ന് F2∂z ലഭിക്കുന്നു. പിന്നെ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് x മാത്രമേ ഉള്ളൂ, ഇവിടെ z ഇല്ല. അതിനാൽ നമുക്ക് x ലഭിക്കും. അതിനാൽ F3∂y x F2∂z. അതിനാൽ ആദ്യത്തെ കണ്ടീഷൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, സാറ്റിസ്ഫൈഡ് ആണ്. ഡെറിവേറ്റീവുകളുടെ ആദ്യ ഇക്വാലിറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തേത് നമുക്ക് ഇവിടെ നിന്ന് F2∂x ലഭിക്കുകയാണെങ്കിൽ നമ്മൾക്ക് xz എന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് z നിലനിൽക്കും, തുടർന്ന് exsin y. അതിനാൽ x നെ സംബന്ധിച്ചിടത്തോളം വിത്ത് റെസ്പെക്ട് ടു x നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ex എന്നതിന്റെ ഡെറിവേറ്റീവ് ex എന്നതിനെ ലഭിക്കും. തുടർന്ന് നമുക്ക് sin y ഉണ്ട്, അത് കോൺസ്റ്റന്റ് ആയി കണക്കാക്കപ്പെടും. തുടർന്ന് ഈ ഭാഗിക ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ് F1∂y അതിന് തുല്യമായിരിക്കണം. അതിനാൽ ഇവിടെ നമുക്ക് F1 ഉണ്ട്. വിത്ത് റെസ്പെക്ട് ടു y F1 ന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ കാണുന്നു. y നെ സംബന്ധിച്ചുള്ള ആദ്യ പദം ഇവിടെ നമുക്ക് z exsin y ലഭിക്കും. അതിനാൽ F2∂x z exsin y യുടെ അതേ ബന്ധം നമ്മൾക്കുണ്ട്. ഇത് F1∂y പാർഷ്യൽ ഡെറിവേറ്റീവിന് തുല്യമാണ്. മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് F1∂z F3∂x എന്നുണ്ട്. അതിനാൽ നമ്മൾ F1∂z പാർഷ്യൽ ഡെറിവേറ്റീവ് കണക്കുകൂട്ടുകയാണെങ്കിൽ നമുക്ക് y മാത്രമേ ലഭിക്കൂ, കാരണം ഫസ്റ്റ് ടേമിന് z ഇല്ല. അതിനാൽ രണ്ടാമത്തെ ടേമിന് മാത്രമേ z ഉള്ളൂ, അത് നമുക്ക് y നൽകും. കൂടാതെ F3∂x ഉം ഈ y യും ലഭിക്കും, കാരണം ഇത് ഇവിടെ വെറും z ആകുന്നതിനാൽ 0 ആകും. കാരണം നമ്മൾ x നെ സംബന്ധിച്ച് വിത്ത് റെസ്പെക്ട് ടു x ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. അതിനാൽ ഈ f കൺസർവേറ്റീവ് ആണ്, കാരണം ഈ കണ്ടീഷനുകളെല്ലാം സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഈ സാഹചര്യത്തിൽ ഈ വ്യവസ്ഥകൾ ഈ കണ്ടീഷനുകൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ കണ്ട പ്രക്രിയയിലൂടെ ഒരാൾക്ക് അത്തരമൊരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ലഭിക്കും. ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന ആശയത്തിലേക്ക് വരുന്നു. F എന്നത് ഒരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കട്ടെ. അത് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്നിൽ നിർവചിച്ചിരിക്കുന്നു. കൂടാതെ D യിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ a b എന്നിവ ഉണ്ടെന്ന് കരുതുക. ഇന്റഗ്രൽ ഫ്രം a to b, a മുതൽ b വരെയുള്ള ഇന്റഗ്രൽ
ലൈൻ ഇന്റഗ്രലായി പരിഗണിക്കുക. ഇവിടെ ചില പാത്തുകളുണ്ട്. അവയിലൂടെ ഈ ഇന്റഗ്രൽ വിലയിരുത്തും. അതിനാൽ ഇത് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് തീർച്ചയായും തെളിയിക്കും. ഈ വെക്റ്റർ ഫീൽഡിന് D എന്ന ഡൊമെയ്നിലെ A മുതൽ B വരെയുള്ള എല്ലാ ഫീൽഡിലും ഈ ഇന്റഗ്രൽ തുല്യമാണ്. തുടർന്ന് ഈ ഇന്റഗ്രലിനെ D യിലെ ഇന്റഗ്രലിന്റെ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന് വിളിക്കുന്നു. അതായത് ഇന്റഗ്രൽ ഫ്രം A to B, A മുതൽ B വരെ ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഇന്റഗ്രലിന്റെ മൂല്യം തുല്യമാണെങ്കിൽ ഇന്റഗ്രലിനെ ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് എന്ന് വിളിക്കുന്നു. അതിനാൽ ഈ ഇന്റഗ്രലിന്റെ മൂല്യം ഒന്ന് തന്നെയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാത്തിലൂടെ കടന്നു പോകുകയാണെങ്കിൽ ഈ ഇന്റഗ്രൽ D യിലെ ഒരു പാത്ത് ഇൻഡിപെൻഡന്റ് ഇന്റഗ്രൽ എന്ന് നമ്മൾ വിളിക്കുന്നു. അടുത്ത സ്ലൈഡിൽ ഈ ആശയം, അതായത് പാത്ത് ഇൻഡിപെൻഡൻസ്, കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡുമായി ബന്ധപ്പെടുത്താൻ ഉപയോഗിക്കും. അതിനാൽ നമ്മൾക്ക് വെക്റ്റർ F F1iF2jF3k എന്ന ഒരു വെക്റ്റർ ഫീൽഡ് ഉണ്ടെന്ന് കരുതുക. അതിന്റെ കമ്പോണന്റുകൾ സ്പേസിൽ ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്ൻ D യിലുടനീളം കണ്ടിന്യൂസ് ആണ്. തുടർന്ന് F എന്നത് കൺസർവേറ്റീവ് ആകത്തക്ക വിധം ഒരു ഫംഗ്ഷൻ നിലനിൽക്കുന്നു. അതിനർത്ഥം D യിലെ ഈ ഇന്റഗ്രൽ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രമേ വെക്റ്റർ F നെ ഒരു സ്കാലാർ ഫംഗ്ഷൻ f ന്റെ ഗ്രേഡിയന്റ് ആയി എഴുതാൻ കഴിയൂ എന്നാണ്. അതിനാൽ ഈ ഇന്റഗ്രൽ D യിലെ പാത്തിൽ നിന്ന് സ്വതന്ത്രമാണെന്ന്, പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ തെളിയിക്കുകയാണെങ്കിൽ അതിനർത്ഥം വെക്റ്റർ F കൺസർവേറ്റീവ് ആണ് എന്നും, അല്ലെങ്കിൽ തിരിച്ച് വെക്റ്റർ F കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്നും ഏതൊരാൾക്കും തെളിയിക്കാനാകും. അതിനാൽ വെക്റ്റർ F ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ഇന്റഗ്രൽ പാത്ത് ഇൻഡിപെൻഡന്റ് ആണെന്ന് നമ്മൾ സിമ്പിളായി തെളിയിക്കും. അതിനായി C എന്നത് ഈ വെക്റ്റർ rtxtiytjztk എന്നതിനാൽ നൽകിയ കർവ് ആകട്ടെ. ഈ സാഹചര്യത്തിൽ F എന്നത് x, y, z എന്നിവയുടെ ഒരു ഫംഗ്ഷനാണ്, ഫ്രീ വേരിയബിൾ ഫംഗ്ഷനാണ്. കൂടാതെ x എന്നത് t യുടെ ഒരു ഫംഗ്ഷനാണ്, y എന്നത് t യുടെ മറ്റൊരു ഫംഗ്ഷനാണ്, അതുപോലെ z എന്നതും t യുടെ മറ്റൊരു ഫംഗ്ഷനാണ്. ആയതിനാൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഡെറിവേറ്റീവ് dfdt∂f∂xdxdt∂f∂ydydt∂f∂zdzdt എന്ന് ലഭിക്കും. അതിനാൽ ഈ ചെയിൻ റൂൾ ഉപയോഗിച്ച് അടുത്ത സ്ലൈഡിനൊപ്പം നമുക്ക് തുടരാം. ഈ dfdt ലഭിക്കുന്നതിന് നമ്മൾക്ക് ഈ ചെയിൻ റൂൾ ഉണ്ട്. അത് ∇f.drdt, r എന്ന് പറയുന്നത് വെക്റ്ററാണ്, drdt എന്ന് എഴുതാം. ∇f.drdt എന്ന് എഴുതാം. ഓർക്കുക, ഗ്രേഡിയന്റ് f എന്നത് fxifyjfzk, ∂f∂xi∂f∂yj∂f∂zk എന്ന് നൽകിയിരിക്കുന്നു. കൂടാതെ ഈ drdt എന്നത് നമുക്ക് drdt∂xdtidytdzjdztk എന്നുമാണ്. അതിനാൽ ഈ രണ്ട് വെക്റ്ററുകളുടെ ഡോട്ട് പ്രോഡക്റ്റ്, ∇f ന്റെയും drdt യുടെയും ഡോട്ട് പ്രോഡക്റ്റ് നമുക്ക് ∂f∂xdxdt∂f∂ydydt∂f∂zdzdt എന്നായിരിക്കും. അതിനാൽ ഇവിടെ ചെയിൻ റൂൾ ∇f.drdt എന്ന് എഴുതാം. കാരണം F ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആയതിനാൽ ഈ വെക്റ്റർ F എന്നത് ഗ്രേഡ് F ആണെന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതിനർത്ഥം നമ്മൾക്ക് F.drdt ഉണ്ട് എന്നാണ്. അതിനാൽ ഇപ്പോൾ നമ്മൾ ഈ ഇന്റഗ്രൽ F.dr ആയി എടുക്കുകയും ഇത് dfdt അതിന് തുല്യമാണെന്ന് നമ്മൾ കണ്ടാൽ ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് അത് റീപ്ലേസ് ചെയ്യാനാകും. നമ്മൾക്കിവിടെ F.dr തുടർന്ന് dt ഉണ്ട്. എന്നാൽ ഈ F.drdt എന്നതിന് dfdt എന്ന് എഴുതാം. അതിനാൽ ഇവിടെ നമുക്ക് ഇത് dfdt ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. തുടർന്ന് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഇവിടെ ഒരു ഡോട്ട് പ്രോഡക്റ്റുമില്ല. നമുക്കിപ്പോൾ dt യിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. തുടർന്ന് ഇത് fb f അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമ്മൾ ഈ റിലേഷനിൽ നിന്ന് ഉടനടി നിരീക്ഷിച്ചു. അതിനർത്ഥം f എന്നത് tb യിൽ നിർണ്ണയിക്കുക, അതിൽ നിന്ന് f എന്നത് ta യിൽ നിർണ്ണയിച്ചത് കുറയ്ക്കുക, അതായത് fb f എന്നാണ്.
അതായത് കർവിന്റെ രണ്ടറ്റത്ത് രണ്ട് എൻഡുകളിൽ f നിർണ്ണയിക്കുക എന്നിട്ട് അവയുടെ ഡിഫറൻസ് കാണുക എന്നാണ്. അതിനാൽ ഈ ഡൊമെയ്നിൽ നമുക്ക് കുറച്ച് കർവുകളുണ്ട്. അത് ta മുതൽ tb വരെ വേരി ചെയ്യുന്നു. അതിന്റെ സമവാക്യം നൽകിയത് rt എന്നാണ്. അത് നമ്മൾ മുമ്പ് എഴുതിയതാണ്. അതിനാൽ ഈ കർവ് C യിൽ ഈ ലൈൻ ഇന്റഗ്രലിന്റെ മൂല്യം fb f ആണ്. ഇവിടെ പാത്ത് ആശ്രയത്വം ഇല്ല. അതിനാൽ നമ്മൾ മറ്റേതെങ്കിലും പാത്ത് സ്വീകരിക്കുകയാണെങ്കിലും fb f എന്ന അതേ മൂല്യം തന്നെയായിരിക്കും ഇന്റഗ്രലിന്റെ മൂല്യമായി നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ ഈ മൂല്യം പാത്തിനെ ആശ്രയിക്കുന്നില്ല. പക്ഷേ പൊതുവെ ലൈൻ ഇന്റഗ്രൽ പാത്തിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് നമ്മൾ പിന്നീട് കാണും. F ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രൽ പാത്തിനെ ആശ്രയിക്കില്ല, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയിരിക്കും. ഇതാണ് നമ്മൾ ഇവിടെ കണ്ടത്. നിങ്ങളുടെ F ഒരു കൺസർവേറ്റീവ് ആണെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രൽ മൂല്യം അതിന്റെ കേവല മൂല്യം fb f ആണ്. കൂടാതെ ഈ f എന്നത് F ന് അനുബന്ധമായ സ്കാലാർ ഫംഗ്ഷൻ ആണ്. അതിനാൽ F എന്നത് ഈ സ്കാലാർ ഫംഗ്ഷന്റെ ഗ്രേഡിയന്റിന് തുല്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ആ ഡൊമെയ്നിലെ പോയിന്റ് a മുതൽ b വരെയുള്ള ഈ ഇന്റഗ്രലിന്റെ മൂല്യം fb f എന്നതിന് തുല്യമാണ് എന്നതാണ്. പാത്ത് ഒരു പങ്കും വഹിക്കുന്നില്ല, പാത്തിന് ഒരു റോളുമില്ല. അതിനാൽ ഇവിടെ മറ്റൊരു നിരീക്ഷണം, നമ്മൾക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിൽ, നമ്മൾക്ക് സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്ൻ ഉണ്ടെങ്കിൽ, അവിടെ നമ്മൾ ഒരു ക്ലോസ്ഡ് പാത്ത് C എടുത്തിട്ടുണ്ടെങ്കിൽ b യും a യും ഒന്നുതന്നെയാണ്. പ്രാരംഭവും അവസാന പോയിന്റുകളും ഒന്നുതന്നെയാണ്. അതിനാൽ ഈ മൂല്യം 0 ആയി മാറും. fb f എന്നത് 0 ആയി മാറും. കാരണം a യും b യും സെയിം ആണ്. അതിനാൽ ക്ലോസ്ഡ് പാത്ത് C ക്ക് അതിലെ ഇന്റഗ്രൽ f.dr ന്റെ മൂല്യം 0 ആകും. that is CF.dr 0 എന്നായിരിക്കും. ഇത് ഈ പാത്ത് ഇൻഡിപെൻഡൻസിന്റെ മറ്റൊരു അനന്തരഫലമാണ്. ഒരു വെക്റ്റർ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ ഈ ലൈൻ ഇന്റഗ്രൽ പാത്തിനെ ആശ്രയിക്കുന്നില്ല എന്ന് നമ്മൾ ഇവിടെ തെളിയിച്ചു. ഇത് കർവിന്റെ അവസാന പോയിന്റുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഈ ലെക്ചർ തയ്യാറാക്കുന്നതിന് നമ്മൾ ഉപയോഗിച്ച റഫറൻസുകളാണിവ. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഒരു വെക്റ്റർ ഫീൽഡ് V കൺസർവേറ്റീവ് ആയിരിക്കുന്നത് നമ്മൾ പഠിച്ചത് വെക്റ്റർ V യെ ഒരു സ്കാലാർ ഫംഗ്ഷൻ f ന്റെ ഗ്രേഡിയന്റ് ആയി എഴുതാൻ കഴിയുമെങ്കിൽ ആണെന്ന് നമ്മൾ പഠിച്ചു. വെക്റ്റർ ഫീൽഡ് F കൺസർവേറ്റീവ് ആവുന്നതിനുള്ള തത്തുല്യമായ കണ്ടീഷനുകളും നമ്മൾ ചർച്ച ചെയ്തു. ഒരു വെക്റ്റർ ഫീൽഡ് F കൺസർവേറ്റീവ് ആണെങ്കിൽ ഡൊമെയ്ൻ D യിലെ ഒരു സ്മൂത്ത് കർവിലൂടെയുള്ള ലൈൻ ഇന്റഗ്രൽ പാത്തിൽ നിന്ന് സ്വതന്ത്രമാണ് എന്നും നമ്മൾ പഠിച്ചു. ഇൻഡിപെൻഡൻസ് ഓഫ് പാത്ത് നമ്മൾ പഠിച്ചു. അതിനാൽ നമ്മൾക്ക് ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയ്ൻ ഉണ്ടായിരുന്നു. a b എന്നീ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഏത് ഭാഗവും എടുക്കുന്നു, ഇന്റഗ്രലിന്റെ മൂല്യം ഒന്നുതന്നെയായിരിക്കും. നമ്മൾ കണ്ട മൂന്നാമത്തെ പരിണിതഫലം, നമ്മൾ ഒരു ക്ലോസ്ഡ് കർവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ D യിലെ ഓരോ ക്ലോസ്ഡ് കർവിനും മൂല്യം CF.dr എന്നത് 0 ആയിരിക്കും. അത് നമ്മൾ കണ്ട ഒരു കോൺസിക്വൻസ് ആണ്. കാരണം ഈ ഇന്റഗ്രലിന്റെ മൂല്യം n പോയിന്റുകളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഈ കേസിൽ അവ ക്ലോസ്ഡ് കർവ് ആകുമ്പോൾ അവ ഒന്നുതന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇന്റഗ്രൽ 0 ആയിത്തീരും. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വളരെ നന്ദി.